നമസ്കാരം. 2026 പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണുള്ളത്. നിർമ്മിത ബുദ്ധി നിത്യജീവിതത്തിന്റെ ഭാഗമായതും സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായിട്ട് 1,00,000 കടന്നതുമെല്ലാം തന്നെ നാം കണ്ടു. എന്നാൽ ഇതൊന്നുമല്ല സാധാരണക്കാരെ സംബന്ധിച്ച് 2026 വരുന്ന ഏറ്റവും വലിയ മാറ്റം. നിരവധി മാറ്റങ്ങൾ, നിരവധി കാര്യങ്ങളാണ് ഡിസംബർ 31 അവസാനിക്കുന്നത്, ജനുവരി 1 മുതൽ ആരംഭിക്കുന്നത്. പുതുവർഷം തുടങ്ങുന്നതോടെ സാധാരണക്കാരന്റെ ദിവസേന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി നിയമമാറ്റങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ്, ശമ്പളവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ചിലവുകൾ, പാചകവാതക വില തുടങ്ങി 10ഓളം വരുന്ന മാറ്റങ്ങളാണ് ജനുവരി 1 മുതൽ നിലവിൽ വരുന്നത്. ഇവ നിങ്ങളുടെ മാസ ചെലവിലും സേവിങ്സിലും പോക്കറ്റിലുള്ള പണത്തിലും എത്രത്തോളം സ്വാധീനം ചെലുത്തും, പുതിയ നിയമങ്ങൾ അറിയാതെ പോയാൽ നഷ്ടമുറപ്പെന്ന് തന്നെ പറയാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ മാറ്റങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക, മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ ഒന്നാമതായിട്ട് പാൻ ആധാർ ലിങ്കിങ് ആണ്. തട്ടിപ്പ് തടയുന്നതിനായിട്ട് നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പാൻ കാർഡുകളും ആധാർ കാർഡുകളും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 അവസാനിക്കുകയാണ്. ഈ തീയതിക്കുള്ളിൽ അവ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ജനുവരി 1 മുതൽ അവ നിഷ്ക്രിയമാകുന്നതായിരിക്കും. ഇത് ITR റീഫണ്ടുകൾ, രസീതുകൾ, അതോടൊപ്പം തന്നെ ബാങ്കിംഗ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. കൂടാതെ നിർജ്ജീവമാക്കിയ പാൻ കാർഡ് നിരവധി സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടുന്നതിൽ നിന്നും നിങ്ങളെ തടയും. ഇനി അടുത്തതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശമനുസരിച്ച് എല്ലാ ബാങ്ക് ഉപഭോക്താക്കളും അവരുടെ ലോക്കർ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. RBI ഇതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് 2026 പുതുവർഷത്തിൽ നിങ്ങളുടെ ബാങ്ക് ലോക്കർ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരോധിക്കപ്പെടാനായിട്ട് ഇടയാക്കും. ഇനി അടുത്തതായിട്ട് പെൻഷൻകാർ ഡിസംബർ 31 മുൻപായിട്ട് ആവശ്യമായ ചില നടപടികൾ പൂർത്തിയാക്കണം. ഈ തീയതിക്കുള്ളിൽ അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ബാങ്കുകളുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ നടപടിക്രമങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും പെൻഷൻ പേയ്മെൻറ്റുകൾ വൈകുന്നതിനോ അല്ലെങ്കിൽ അത് താൽക്കാലികമായിട്ട് നിർത്തുന്നതിനോ ഒക്കെ തന്നെ ഇടയാക്കും. മാത്രമല്ല 2026 ജനുവരി 1 കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിർണായക തീയതിയായി തന്നെ കണക്കാക്കപ്പെടുന്നു. 8ാം ശമ്പള കമ്മീഷൻ ഈ ദിവസം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നടപ്പിലാക്കിയതിനു ശേഷം ജീവനക്കാരുടെ ശമ്പളം ഗണ്യമായിട്ട് വർദ്ധിക്കും. 7ാം ശമ്പള കമ്മീഷൻ 2025 ഡിസംബർ 31 അവസാനിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ട് UPI സിം മെസ്സേജിംഗ് നിയമങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ്. ഡിജിറ്റൽ തട്ടിപ്പ് തടയുന്നതിനായിട്ട് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബാങ്ക് UPI ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെയൊക്കെ നിയമങ്ങൾ കർശനമാക്കുന്നു. തട്ടിപ്പ് തടയുന്നതിനായിട്ട് സിം വെരിഫിക്കേഷൻ നിയമങ്ങളും കർശനമാക്കുന്നു. 2026 ജനുവരി 1 മുതൽ ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിനായിട്ട് സിം വെരിഫിക്കേഷനും ഡിജിറ്റൽ ഐഡന്റിറ്റിക്കും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ, ഇന്ധന വിലയിൽ വരുന്ന മാറ്റങ്ങളാണ്. എണ്ണ കമ്പനികൾ എല്ലാ മാസവും 1 തീയതി LPG, CNG, PNG, ATF എന്നിവയുടെയൊക്കെ തന്നെ വില പരിഷ്കരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ LPG, വാണിജ്യ ഗ്യാസ്, അതോടൊപ്പം തന്നെ വ്യോമയാന ഇന്ധനം എന്നിവയുടെയൊക്കെ വിലയിൽ മാറ്റങ്ങൾ 2026 ജനുവരി 1 മുതൽ സാധ്യമാണ്. 2025 ഡിസംബർ 1 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില 10 രൂപ കുറച്ചിരുന്നു. അടുത്തതായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ 2026 ജനുവരി 1 മുതൽ വായ്പാ നിരക്കുകൾ കുറച്ചു എന്നതാണ്. പുതിയ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകളും ജനുവരിയിൽ നടപ്പിലാക്കുന്നതായിരിക്കും. SBI, PNB, HDFC തുടങ്ങിയ ബാങ്കുകൾ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ പരിഷ്കരിച്ചു. ഇനി അടുത്ത കാര്യം എന്നത് പുതിയ ആദായ നികുതി നിയമം 2025-26 അത് ജനുവരി 1 മുതൽ പൂർണ്ണമായി നടപ്പിലാക്കില്ല. എന്നാൽ പുതിയ ITR നികുതി റിട്ടേൺ ഫോമുകളും നിയമങ്ങളും ജനുവരിയോടെ സർക്കാർ അറിയിക്കും. അത് ഏപ്രിൽ 1, 2026 മുതൽ, അതായത് 2026-27 സാമ്പത്തിക വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് പഴയ നികുതി നിയമമായിട്ടുള്ള 1961 ആദായ നികുതി നിയമത്തെ മാറ്റി സ്ഥാപിക്കും. പുതിയ നിയമപ്രകാരം നികുതി വർഷത്തിൻ്റെ പ്രക്രിയയും നിർവചനവും മാറ്റിയിട്ട് ITR ഫോമുകൾ ലളിതമാക്കുകയും സിസ്റ്റം ലളിതമാക്കുകയും ചെയ്യും. 2025 ഡിസംബർ 30 നികുതി സംവിധാനത്തിന് നിർണായകമായ ദിവസമാണ്. നവംബർ മാസത്തെ TDS സംബന്ധിയായ ഇൻവോയ്സുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഈ ദിവസം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ക്ലയൻറ്റ് കോഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളും ഈ തീയതിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് പേയ്മെൻറ്റുകളിലും സർട്ടിഫിക്കറ്റുകളിലും ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള GST വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതിയും 2025 ഡിസംബർ 31. അടുത്തൊരു പ്രധാന മാറ്റം എന്നത് രാജ്യത്തെ നിരവധി പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികൾ 2026 ജനുവരി 1 മുതൽ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനായിട്ട് പദ്ധതിയിടുന്നു എന്നതാണ്. BMW, JSW, MG മോട്ടോഴ്സ്, റെനോ, നിസാൻ, ആദർ എനർജി എന്നിവ 3000 രൂപ മുതൽ 3% വരെ വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ടാറ്റ മോട്ടോഴ്സ്, അതോടൊപ്പം തന്നെ ഹോണ്ട തുടങ്ങിയ കമ്പനികളും വില വർധനവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ICICI ബാങ്ക് 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നിരവധി ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ്. എന്നിരുന്നാലും മിക്ക മാറ്റങ്ങളും 2026 ജനുവരി 15 മുതൽ പ്രാബല്യത്തിൽ വരും. ജനുവരി 1 മുതൽ തിരഞ്ഞെടുത്ത മെർച്ചന്റ് കാറ്റഗറി കോഡുകൾ പ്രകാരം 50,000 രൂപ കവിയുന്ന ഗതാഗത ഇടപാടുകൾക്ക് ഇപ്പോൾ 1% ഫീസ് ഈടാക്കും.
ഗതാഗത ചെലവിൽ നേടുന്ന റിവാർഡ് പോയിന്റുകൾക്ക് പ്രതിമാസ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മാറ്റം എന്നത് കർഷകർക്കുള്ള പുതിയ നിയമങ്ങളാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കായിട്ട് 2026 ജനുവരി 1 മുതൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും. ഈ പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഒരു സവിശേഷ കർഷക ID ആവശ്യമാണ്. കൂടാതെ നിശ്ചിത സമയത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ വിള ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. മൃഗങ്ങൾ മൂലമുണ്ടാക്കുന്ന വിളനാശം 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഏറ്റവും അവസാനമായിട്ട് റേഷൻ കാർഡ് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. 2026 ജനുവരി 1 മുതൽ പൊതുജനങ്ങൾക്ക് റേഷൻ കാർഡ് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ആർക്കും വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നത് മുതൽ പേരുകൾ ചേർക്കുന്നത്, പേരുകൾ നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റുകളൊക്കെ തന്നെ തിരുത്തുന്നത് വരെയുള്ള പ്രക്രിയ പൂർണ്ണമായിട്ടും ഓൺലൈനായിരിക്കും. അപ്പോൾ 2026 പുതുവർഷത്തിൽ ജനുവരി 1 തീയതി മുതൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് പൊതുജനങ്ങളെ ബാധിക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരും ഈ അപ്ഡേറ്റ് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.